എല്ലാവർക്കും നമസ്തേ. ഞാൻ സുനിത, ആസ്ട്രോളജറാണ്. ഇന്ന് മീനം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക്, അതായത് പൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതിയും അടങ്ങിയ 2 നക്ഷത്രക്കാർക്ക് 2026 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. 2026 മീനം രാശിക്കാർക്ക് പൊതുവെ അനുകൂലം തന്നെയാണ്. കാരണം രാശ്യാധിപതിയായ വ്യാഴം 5ാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ, ജൂൺ മാസം മുതൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ 7 ശനിയുടേതായ തീഷ്ണത കുറയുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാൻ പറ്റും. ആത്മവിശ്വാസവും മാനസികമായ കരുത്തും ബുദ്ധിയും വർദ്ധിക്കുന്നതായ സമയമായതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ തന്നെയും അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ സർക്കാർ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഭാരം വർദ്ധിച്ചേക്കാം. സ്വകാര്യ മേഖലയിലുള്ള വ്യക്തികൾക്ക്, ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ തന്നെയും വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. വിദേശ യാത്രകൾക്ക് അവസരം ഉണ്ടാവും. ജൂൺ മാസത്തിന് ശേഷം മുടങ്ങിക്കിടന്ന പ്രൊജക്റ്റുകൾക്ക് അപ്രൂവൽ ലഭിക്കാനും പ്രൊമോഷനൊക്കെ സാധ്യതയുള്ളൊരു സമയം തന്നെയാണ്. എന്നാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവർ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. സാമ്പത്തികമായി പഴയ നിക്ഷേപങ്ങൾ, സ്വർണം, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിന്നുമൊക്കെ മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്നതാണെങ്കിലും ഊഹക്കച്ചവടങ്ങളും കൃത്യമായ രേഖകളില്ലാതെയൊക്കെയുള്ള പണമിടപാടുകളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണെന്ന് പറയാൻ പറ്റും. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. പഴയ പിണക്കങ്ങൾ തീർക്കാനും ഈ വർഷം വളരെ അനുകൂലമാണ്. വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ദീർഘനാളായ കുട്ടികൾക്കായിട്ടൊക്കെ ദീർഘനാളായി കാത്തിരുന്ന വ്യക്തികളാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം വരെ പഠനത്തിൽ അല്പ ശ്രദ്ധ കുറവ് അനുഭവിക്കാമെങ്കിലും അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനും മത്സര പരീക്ഷകൾക്കും ഒക്കെ തന്നെ മികച്ച മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യകാര്യത്തിൽ അല്പ ശ്രദ്ധ ആവശ്യമാണ്. സന്ധിവാതം, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, വീഴ്ചകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായ ചിന്തകളൊക്കെ ഒഴിവാക്കി കൃത്യമായ ഭക്ഷണവും ഉറക്കവും ഒക്കെ ശീലമാക്കേണ്ടതാണ്. സ്വയം ചികിത്സ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണെന്ന് പറയാൻ പറ്റും. ഈ 7 ശനിയുടേതായ തീഷ്ണത ഈ കാലയളവിൽ കുറവ് തന്നെയായിരിക്കും. ജൂൺ മാസം മുതലുള്ള സമയത്ത് മാനസികമായ സമ്മർദ്ദം കുറയുകയും ചെയ്യും. ജൂൺ മാസം മുതൽ തൊഴിൽ ബിസിനസ് മേഖലയിൽ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒഴിവാക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ സുതാര്യമായി ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ലോജിസ്റ്റിക്സ്, ജനറൽ ട്രേഡിംഗ് ഇത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, അതുപോലെ തന്നെ ബിസിനസ് വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ അനുകൂലമാണ്. എന്നാലും ആഡംബരമൊക്കെ ഒഴിവാക്കി ജീവനക്കാർക്ക് പരിശീലനം നൽകാനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമായിട്ടൊക്കെ പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് പണം നിക്ഷേപിക്കാൻ, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ജൂൺ മാസത്തോടെ കോൺട്രാക്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് പുതിയ അവസരങ്ങളും മെച്ചപ്പെട്ട ഒരു ക്യാഷ് ഫ്ലോയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവർ വളരെ കൃത്യതയോടെ പഠിച്ച ശേഷം മാത്രം പണം മുടക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പെട്ടെന്നുള്ള കാരണം എന്തുകൊണ്ടാണ്? 12ാമത്തെ രാശിയാധിപതി, നഷ്ടഭാവത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹം കൂടിയാണ് ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത്. കുറെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില റിസ്ക് ഫാക്ടേഴ്സും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ലാഭം പ്രതീക്ഷിച്ചിട്ടുള്ള സ്പെക്കുലേഷൻ ഇടപാടുകൾ, രേഖകളില്ലാത്ത പണമിടപാടുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ഈ സമയത്ത്. മറ്റുള്ളവർക്ക് കടം കൊടുക്കുമ്പോഴും വലിയ തുകകൾ കടമെടുക്കുമ്പോഴും കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കി പ്രായോഗിക ബുദ്ധിയോടെ പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വ്യക്തിപരമായ ജീവിതത്തിലും പഠനത്തിലും ഒക്കെ ഈ വർഷം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഉന്നത വിദ്യാഭ്യാസം, മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന വ്യക്തികൾക്കും, മെഡിക്കൽ, ക്രിയേറ്റീവായിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ആത്മീയ വിഷയങ്ങളിലൊക്കെ പഠിക്കുന്ന വ്യക്തികൾക്കൊക്കെ ജൂൺ മാസം മുതൽ മികച്ച സമയമായിട്ട് തന്നെ പറയണം എന്നുള്ളതാണ്. വിദേശത്ത് പഠനം, ഇന്റേൺഷിപ്പ്, റിസർച്ച് എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഈ കാലയളവിൽ മാറിക്കിട്ടുകയും ചെയ്യും. ജൂൺ മാസം മുതലുള്ള സമയത്ത് കുടുംബത്തിൽ മുതിർന്നവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും പഴയ പിണക്കങ്ങളൊക്കെ മറന്ന് ബന്ധങ്ങൾ ദൃഢമാകാനും സാധിക്കുന്നതായ ഒരു സമയമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അമിതമായി മനസ്സിലേക്ക് ഏറ്റെടുക്കാതിരിക്കുക. അമിതമായ ജോലിഭാരം ഒഴിവാക്കേണ്ടതുമാണെന്ന് പറയുമ്പോൾ വിശ്രമത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ പ്രാർത്ഥന, ധ്യാനം, പ്രകൃതിയോടൊപ്പം ചിലവഴിക്കൽ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ഇതൊക്കെ ശീലമാക്കേണ്ടതാണ് ഈ സമയത്തെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ലഭിക്കുന്ന ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നത് ഒരു പ്രാക്ടിക്കൽ റെമഡി ആയിട്ട് പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും പുരോഗതിയും കൊണ്ടുവരുകയും ചെയ്യും ഇത്തരത്തിലുള്ള
പ്രാക്ടിക്കൽ റെമഡീസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മീനം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2026 കുറച്ച് ഫലം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.